സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, രാവിലെ തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം LDF-നായിരുന്നു. പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ വൈസ് പ്രസിഡന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് നിലവിലുള്ള ഒരു സാഹചര്യം? സിജു, നടപടിക്രമങ്ങൾ ജില്ലാ കളക്ടർ അനുകുമാരി ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി മത്സരിക്കുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള BP മുരളിയാണ്. UDF-നെ പ്രതിനിധീകരിച്ച് സജിത്താണ് അവരുടെ UDF-ന്റെ സ്ഥാനാർത്ഥി. നിലവിൽ അനുസരിച്ച് LDF-ന് 15 രാവിലെ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. പ്രിയദർശിനി 15 വോട്ടുകൾക്കാണ് വിജയിച്ചത്. UDF-നുള്ളത് 13 വോട്ടുകളാണ്. സ്വാഭാവികമായും UDF-ന് ആ വോട്ടുകളായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തുടർച്ചയായി ആ തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ ജില്ലാ പഞ്ചായത്ത് LDF-ആണ് ഭരിക്കുന്നത്. ഒരു തവണ മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് നിലവിൽ വന്ന ശേഷം UDF അധികാരത്തിൽ വന്നത്. ഇത്തവണവും കനത്ത പോരാട്ടം നടന്ന മത്സരം നടന്നിരുന്നു തലസ്ഥാന ജില്ലയിൽ. പക്ഷേ LDF-ന് തന്നെയായിരുന്നു ഭൂരിപക്ഷം ലഭിച്ചത്. 15 അംഗങ്ങളുടെ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാകും. 28 അംഗങ്ങളാണ് ആകെ വോട്ട് രേഖപ്പെടുത്താനുള്ളത്. നേരത്തെ നടപടിക്രമങ്ങൾ രാവിലെ തന്നെ നമ്മൾ വിശദീകരിച്ചതാണ്. അതായത് സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. പേരിനൊപ്പമുള്ള ഭാഗത്ത് ഗുണനചിഹ്നം, അതായത് ഗുണന ചിഹ്നം മാർക്ക് ചെയ്യുക എന്നതാണ്. ഓപ്പൺ വോട്ട് സംവിധാനമാണ്. അതിനുശേഷം ആ വോട്ട് എണ്ണി തരംതിരിച്ച് പ്രഖ്യാപിക്കും. ജില്ലാ കളക്ടർ അനുകുമാരി തന്നെ പ്രഖ്യാപിക്കും. ഈ 28 അംഗങ്ങളായതുകൊണ്ട് തന്നെ വളരെ ചുരുക്ക സമയം മാത്രമേ വേണ്ടിയുള്ളൂ. അരമണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം 3 മണിയോട് തന്നെ പുതിയ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി BP മുരളി തിരഞ്ഞെടുക്കപ്പെടുകയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുകയും ചെയ്യും.